ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ 2Kg Tres Leches കേക്കാണ് തയ്യാറാക്കിയെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു 2Kg Tres Leches കേക്കിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഞാൻ ബേക്കിംഗ് മോൾഡിലൊന്നുമല്ല ഇത് ചെയ്തെടുക്കുന്നത്, വീട്ടിലുള്ള സാധാരണ ഒരു പാത്രത്തിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. സംഭവം സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്, പക്ഷേ ടേസ്റ്റിൽ അതികേമനായിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. Tres Leches കേക്ക് കഴിച്ചവർക്ക് അറിയാൻ പറ്റും ഇത് എത്രത്തോളം ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണെന്ന്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഗിവ് കാര്യം ആരും മറന്നു പോകരുത്. ഗിവ് കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ മാക്സിമം എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ, ഒരു 5-6 ദിവസം കൂടെ ഉള്ളൂ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, വിൻ ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ബേക്കിംഗ് മോൾഡൊക്കെ ഇല്ലാത്തവർക്കൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇതുപോലത്തെ പാത്രങ്ങൾ, അലുമിനിയത്തിൻ്റെ പാത്രങ്ങളൊക്കെ ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ഇതുപോലത്തെ ഒരു പാത്രമാണ് ഞാൻ എടുക്കുന്നത്. 2Kg അല്ലേ, അപ്പോൾ ഞാനൊരു 10 ഇഞ്ച് സൈസിലുള്ള ഒരു പാത്രമാണ് എടുത്തിട്ട്. നമ്മൾ 10 ഇഞ്ചൊക്കെ എങ്ങനെയാണെന്ന് നോക്കാമെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നത്തെ, എന്നാലും ഒരിക്കൽ കൂടി പറയാം. അതിൻ്റെ ബാക്ക് സൈഡ് കമിഴ്ത്തിയിട്ട് അതിൽ ടാപ്പ് വെച്ചിട്ട് നടന്ന് നോക്കിയാൽ മതി. അപ്പോൾ 10 ഇഞ്ച് സൈസാണോ നോക്കുക. അപ്പോൾ 10 ഇഞ്ച് സൈസിലുള്ള 9 ഇഞ്ച് സൈസിലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ 10 ഇഞ്ച് സൈസിലുള്ളൊരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഗ്രീസ് ചെയ്ത് ഓയിൽ തേച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ വെച്ചിട്ട് അത് മാറ്റി വെച്ചിട്ട് നമ്മൾ എല്ലാ കേക്ക് ചെയ്യുമ്പോഴും ഫസ്റ്റായിട്ട് ചെയ്യേണ്ടത് ഈ ഒരു മെത്തേഡാണ് കേട്ടോ. ആദ്യം തന്നെ ബേക്കിംഗ് മോൾഡ് റെഡിയാക്കി എടുക്കണം. അതിന് ശേഷം ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കുക. ഒരു ബൗളിൽ അരിപ്പ വെച്ചിട്ട് നമുക്കൊരു അരിപ്പയിലൂടെ 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 2 കിലോനുള്ള കേക്കല്ലേ, അപ്പോൾ 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അതിൽ നിന്നൊരു 1/4 കപ്പ് മൈദ അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ കേക്ക് വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഈ മാറ്റി വെച്ച മൈദക്ക് പകരമായിട്ട് നമ്മളതിലേക്ക് 1/4 കപ്പ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1/4 കപ്പ് മൈദ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/4 കപ്പ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക. 1/4 കപ്പ് എന്ന് പറയുന്നത് 4 ടേബിൾ സ്പൂൺ ആണ് കേട്ടോ. അപ്പോൾ 1Kg ആണെന്നുണ്ടെങ്കിൽ 1 കപ്പ് എടുത്തിട്ട് അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മൈദ മാറ്റിയിട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കാം. പിന്നെ അതുപോലെ 2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നുള്ള് ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇതുപോലെ മിക്സ് ചെയ്തിട്ട് അരിച്ചെടുക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം. എന്നിട്ട് ആ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് തന്നെ ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് മിക്സിങ് മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്തെടുക്കേണ്ട പ്രോസസ്സാണ്. എന്നാലേ എല്ലാ ഭാഗവും ഒരുപോലെ പൊങ്ങി വരുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 3 തവണ അരിച്ചെടുത്താലും മതി. ഇനി ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളെടുക്കുക, ഒട്ടും വെള്ളം ഇല്ലാത്തൊരു ബൗളെടുക്കുക. അതിലേക്ക് 6 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അപ്പം മുട്ടയിൽ വെള്ളം ഉണ്ടാകാൻ പാടില്ല, ബൗളിൽ വെള്ളം ഉണ്ടാകാൻ പാടില്ല, ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ 6 എണ്ണമാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ വാനില എസൻസ് ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം. മുട്ടയുടെ സ്മെല്ലൊന്നും വല്ലാണ്ട് കേക്കിലേക്ക് വരാതിരിക്കാനാണ് ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിത് ബീറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇനി അതിലേക്ക് പൊടിക്കാത്ത പഞ്ചസാരയാണ് 1.5 കപ്പ് ഇടയ്ക്കിടയ്ക്കായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഒട്ടും പഞ്ചസാരയുടെ തരി ഇല്ലാതെ വരുന്ന വരെ നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കണം. നന്നായിട്ട് പഞ്ചസാര മെൽട്ടായി വരണം. അപ്പോൾ വലിയ തരിയുള്ള പഞ്ചസാരയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പൊടിച്ചിട്ട് ചേർക്കുക. പൊടിച്ചിട്ട് 2 കപ്പ് പൊടിച്ച പഞ്ചസാര ആയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. പൊടിക്കാത്ത ആയതുകൊണ്ടാണ് ഞാൻ 1.5 കപ്പ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഫ്ലഫി ആവുന്ന വരെ തന്നെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അതാ ഇതുപോലെ ആവുന്ന വരെ ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ്. അപ്പോൾ ഞാനിതിലേക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള പാൽ തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/2 കപ്പ് പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുക. കൂടുതൽ ബീറ്റ് ചെയ്യരുത്, ഇത്രയും മതി. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. ബീറ്റർ വേണമെങ്കിൽ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഫോൾഡ് ചെയ്തെടുക്കാം. പക്ഷേ നമ്മൾ ഫസ്റ്റൊക്കെ ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ ചിലപ്പോൾ ഒക്കെ അത് ഓവർ മിക്സിങ് ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ആകുമ്പോൾ കേക്ക് നന്നായിട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്കിതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് കേട്ടോ. എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്, കുറേശ്ശെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്കിംഗ് ചെയ്യാനും നമ്മൾ ആദ്യം റെഡിയാക്കി എടുത്തിട്ടുള്ള മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച് കൊടുത്ത ശേഷം ഒരു സ്ക്യൂർ ഉപയോഗിച്ചിട്ട് ആദ്യം നമുക്ക് ചുറ്റിച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുത്തതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. 2-3 തവണ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി.
അതിനുശേഷം നന്നായിട്ട് പ്രീ ഹീറ്റ് ആക്കിയിട്ടുള്ള ഒരു പഴയൊരു പാനിൻ്റെ മേലെയാണ് കേട്ടോ ഞാനിത് വെക്കുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് അറിയാത്തവരുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് വഴിയും ചെയ്ത് നോക്കും. പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പഴയൊരു പാനൊക്കെ ഇപ്പോൾ എല്ലാവരും വീട്ടിലും ഉണ്ടാവുമല്ലോ, അതിൻ്റെ മേലെയായിട്ട് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മേലൊരു കനം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു അമ്മി, നമ്മൾ ഇത് ചതക്കുന്ന ആ ഒരു സംഭവമില്ലേ, അത് ആ കല്ലും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിൽ എയർ കിടക്കാത്ത മൂടി വേണം ഇതിന് അടച്ചു വെക്കാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, എയർ പുറത്തേക്ക് പോകരുത്, അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ഒരു 35 മിനിറ്റ് ആയപ്പോഴേക്ക് നമ്മുടെ കേക്ക് ബേക്കായിട്ടുണ്ട്. 35-40 മിനിറ്റ് ആകുമ്പോഴേക്ക് ഇത് റെഡി ആയി കിട്ടും കേട്ടോ. നന്നായിട്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ടെങ്കിൽ നല്ലതായിട്ട് തണുത്ത ശേഷം നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുത്താലും കിട്ടും. വേറൊരു ഇതുപോലത്തെ വലിയ പാത്രങ്ങളൊക്കെ ചിലപ്പോൾ ഇറക്കി വെക്കാൻ പറ്റുന്ന പാത്രം നമ്മുടെ വീട്ടിലുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്താൽ മതി. നല്ല സോഫ്റ്റി ആയിട്ടുള്ള കേക്കായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മിൽക്ക് മിക്സ്ചർ റെഡിയാക്കി എടുക്കാം. ഇത് 3 മിൽക്ക് തന്നെയാണല്ലോ പേരിൽ തന്നെ ഈ ഒരു കേക്ക്, ട്രെസ് ലേച്ചസ് കേക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ 3 മിൽക്ക് മിക്സ്ചർ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ 2 കപ്പ് ഫ്രഷ് ക്രീമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫ്രഷ് ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ 2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 2 കപ്പ് ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 കപ്പ് കണ്ടൻസ് മിൽക്ക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മിൽക്ക് മിക്സ്ചറിന് നല്ലൊരു ടേസ്റ്റാണ്. ഈ ഒരു ഇതാണ് നമ്മുടെ ആ ഒരു കേക്കിനെ സ്പെഷ്യൽ ആക്കുന്നത് കേട്ടോ. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇവാപ്പറേറ്റഡ് മിൽക്കാണ്. അത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ വാങ്ങിച്ചതല്ല, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തില്ല. പാല് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുത്തതാണ്. അതൊരു 1.5 കപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവാപ്പറേറ്റഡ് മിൽക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാനൊക്കെ ഒരു നല്ല റേറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് തന്നെയാണ്. അപ്പോൾ 1 കപ്പ് പാലാണെങ്കിൽ 1/2 കപ്പായിട്ട് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാ നമ്മുടെ മിൽക്ക് മിക്സ്ചർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്ക് ശരിക്കും പറഞ്ഞാൽ 1 kg ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ 2 ലെയർ ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത് 2 kg ആകുമ്പോൾ മിൽക്ക് മിക്സ്ചർ എല്ലാ ഭാഗത്തേക്കും കറക്റ്റായിട്ട് എത്താൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ 2 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇത് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ട്രെസ് ലേച്ചസിൻ്റെ ബോക്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യത്തെ ലെയർ വെച്ച് കൊടുത്തിട്ട് ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ മിൽക്ക് മിക്സ്ചർ എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ടാണ്. എല്ലാ ഭാഗവും ഇതുപോലെ കുത്തി കൊടുത്ത ശേഷം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള മിൽക്ക് മിക്സ്ചറിൻ്റെ പകുതി പാർട്ട് ഇതിലേക്ക് ഫസ്റ്റ് ലെയറിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ സാധാരണ കേക്കൊന്നും കഴിക്കുന്ന പോലെയല്ല, ഒരു പുഡിംഗ് ടൈപ്പിലാണ് നമ്മുടെ ഈ ഒരു കേക്ക് കഴിക്കുക. നല്ല അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു കേക്കാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ മേലെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി, നിർബന്ധമൊന്നുമില്ല കേട്ടോ. അതിൻ്റെ മേലെ ഇങ്ങനെ വെക്കണം, ലാസ്റ്റ് നമുക്ക് എന്തായാലും വെക്കണം. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് പിസ്താച്ചി ചോപ്പ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ മേലെയായിട്ട് അടുത്ത ലെയറും വെച്ച് കൊടുക്കുക. ഈ സെയിം പ്രോസസ്സ് തന്നെ ചെയ്യുക. മേലെ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് കുത്തി കൊടുക്കുക. അതിനുശേഷം മിൽക്ക് മിക്സ്ചർ ബാക്കിയുള്ളത് മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് നമ്മളിപ്പോൾ ഡെലിവറി ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ കഴിക്കുന്ന സമയത്ത് അതിലേക്ക് ഒഴിച്ച് കഴിക്കാനാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ കുറച്ച് മിൽക്ക് അവിടെ ബാക്കി വെച്ചിട്ട് ഒരു ബോക്സിലാക്കിയിട്ട് ഡെലിവറി ചെയ്താലും മതി. അപ്പോൾ ഞാനിപ്പോൾ ഇത് കംപ്ലീറ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ ഇത് കംപ്ലീറ്റ് ഇതിൽ സോക്കാക്കി എടുക്കുകയാണ്. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക, ആവാത്ത ഭാഗത്തേക്കൊക്കെ ആക്കി കൊടുത്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് സോക്കാക്കി എടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളിങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഉള്ളിൽ നിന്ന് ഇങ്ങനെ മിൽക്ക് വരും, ആ രീതിയിൽ വേണം ഇത് സോക്ക് ചെയ്ത്. അപ്പോൾ നന്നായിട്ട് തന്നെ ഇത് സോക്കാക്കി എടുക്കണം. ഇനി ഇതിൻ്റെ മേലെയും ഞാൻ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഈ ഒരു മൊട്ട് പോലെ ഇങ്ങനെ ആക്കി കൊടുക്കുകയാണ്, എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചെറിയൊരു സ്റ്റാർ നോസിൽ വെച്ചിട്ടാണ് അത് ഡിസൈൻ ചെയ്യുന്നത്. കംപ്ലീറ്റ് ആ ഡിസൈൻ കൊടുത്ത ശേഷം അതിൻ്റെ മേലെയും പിസ്താച്ചിയും ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഡ്രൈ റോസസ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഈ പിസ്താച്ചി ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ഡ്രൈ റോസസും അതിൻ്റെ മേലായിട്ട് ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഡ്രൈ റോസസ് ഞാൻ വീട്ടിൽ തന്നെ ഉണക്കിയെടുത്ത് സൂക്ഷിച്ച് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കടയിലും ഇത് വാങ്ങിക്കാൻ കിട്ടും. അറിയാത്തവരുണ്ടെങ്കിൽ പറയുകയാണ്, ബേക്കിംഗ് ഷോപ്സൊക്കെ അതിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ട്രെസ് ലേച്ചസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇത് എങ്ങനെയാണ് പേക്ക് ചെയ്യുന്നതെന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മൾ മേലെ റിബണൊക്കെ ഒന്ന് കെട്ടിയിട്ട് ഒരു സ്പൂണൊക്കെ വെച്ചിട്ടാണിത് പേക്ക് ചെയ്യുക. ഇതുപോലെയാണ് നമ്മൾ പേക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയാം. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ ഫോളോ ചെയ്യുക കേട്ടോ.
ഫോളോ ചെയ്തിട്ട് നിങ്ങൾ എന്തെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഫോട്ടോ അയക്കാനും മറക്കരുത്. ഇൻസ്റ്റാഗ്രാമിലൂടെ എനിക്ക് ഫോട്ടോ അയച്ചു തന്നാൽ ഒത്തിരി സന്തോഷമാവും. നിങ്ങൾ സക്സസ് ആയി എന്നൊക്കെ എനിക്ക് പറഞ്ഞു തരുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണല്ലോ നമ്മുടെ റെസിപ്പീസ്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്നവരൊക്കെ ഒന്ന് അയച്ചു തന്നാൽ ഒത്തിരി സന്തോഷമാവും. അപ്പോൾ ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക് യു.